ഇനി നമ്മൾ ഒരു പുതിയ ഡെഫിനിഷനിലേക്ക് പോവാണ്. പുതിയ ഡെഫിനിഷൻ എന്ന് പറയാനല്ല, എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. ഞാൻ അതിലേക്ക് വരാം. അതിൻ്റെ മുമ്പേ പോസ് ചെയ്തിട്ട് ഈ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഡെഫിനിഷൻ ഒന്നുകൂടി ഒന്ന് ഓർത്തെടുത്തോളൂ. നമുക്ക് അറിയുന്നതാണ്, എന്നാൽ ജസ്റ്റ് ഒന്ന് ഓർക്കാം. അതായത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ തന്നെ എന്തായിരുന്നു? ഒരു വെക്ടർ സ്പേസ് വിന്ന് മറ്റൊരു വെക്ടർ സ്പേസ് ഡബ്ല്യൂയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് സാറ്റിസ്ഫൈങ് ദീസ് ടു പ്രോപ്പർട്ടീസ്, അല്ലേ? ഇത് നമുക്കൊക്കെ അറിയുന്നതാണ്. ഇനി ഇവിടെ ഇത് ഡിഫൈൻ ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, ഈ വിൻ്റെ ഫീൽഡ് എന്താണോ അത് തന്നെ ആയിരിക്കണം ഡബ്ല്യുവിൻ്റെയും ഫീൽഡ്, അല്ലേ? വി വെക്ടർ സ്പേസ് ഓവർ ആർ ആണെങ്കിൽ ഡബ്ല്യുവും വെക്ടർ സ്പേസ് ഓവർ ആർ തന്നെ ആയിരിക്കണം. വിൻ്റെ ഫീൽഡ് സി ആണെങ്കിൽ ഡബ്ല്യുവിൻ്റെ ഫീൽഡും സി തന്നെ ആയിരിക്കണം. സോ ഇൻ ജനറൽ വിൻ്റെ ഫീൽഡ് എഫ് ആണെങ്കിൽ ഡബ്ല്യുവിൻ്റെ ഫീൽഡും എന്തായിരിക്കണം? എഫ് ആയിരിക്കണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, അതിവിടെ പ്രത്യേകിച്ച് എഴുതൊന്നുമില്ല, നമ്മളത് അങ്ങനെ പറഞ്ഞു വെച്ചാണ്. ഓക്കെ, നൈസ്. ഇനി ഞാൻ ഇത് വായിച്ചിട്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എഴുതാം. എന്നിട്ട് നമുക്ക് ആ പുതിയ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഞാൻ എഴുതട്ടെ. ഇവിടെ ഞാൻ 4 ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് വെരിഫൈ ചെയ്ത് സമയം കളയണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ അവസാനത്തത് ഈ TR ഓഫ് എ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു n/n മെട്രിക്സ് വിത്ത് കോംപ്ലക്സ് എൻട്രീസ്, അല്ലേ? അപ്പോൾ TR ഓഫ് എ ഉദ്ദേശിച്ചത് ട്രേസ് ഓഫ് എ. ഒരു മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയഗണൽ എൻട്രീസിൻ്റെ സമ്മാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇവേ അങ്ങനെ 4 ട്രാൻസ്ഫോർമേഷൻസിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. ആ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രത്യേകത അല്ലേ? ആ പ്രത്യേകത ഈ 4 ട്രാൻസ്ഫോർമേഷൻസിനുണ്ട്. അപ്പോൾ ഒന്ന് പോസ് ചെയ്ത് ഇങ്ങനെ ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ 4 ട്രാൻസ്ഫോർമേഷൻസിന് പൊതുവിലൊരു പ്രത്യേകത ഉള്ളത്? ചുമ്മാ ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന ആ സ്പെഷ്യൽ ട്രാൻസ്ഫോർമേഷൻ്റെ പ്രത്യേകത ആയിക്കോളം നിങ്ങൾ കണ്ടുപിടിക്കുന്നത്, വേറെയും പ്രത്യേകതകൾ കണ്ടുപിടിച്ചേക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ചുമ്മാ അങ്ങനെ നോക്കിയപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ ഡൊമൈൻ എന്താണ്? R3. കോഡൊമൈൻ എന്താണ്? R. ഇതിൻ്റെ ഡയമെൻഷൻ എന്താണ്? 1 ആണ്, അല്ലേ? R എന്ന് ഉദ്ദേശിക്കുന്നത് R/R ആണ്. സോ ഇത് ഈ കോഡൊമൈൻ ഒരു 1 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ഇവിടെയും കോഡൊമൈൻ R എന്നാണ്, അല്ലേ? R എന്ന് പറഞ്ഞാൽ R/R 1 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ഇവിടെ F മീൻസ് F/F 1 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ഇവിടെ C, ദാറ്റ് ഈസ് C/C. അതൊക്കെ 1 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. സോ ഇവിടെ എഴുതിയ എല്ലാ ട്രാൻസ്ഫോർമേഷൻസിൻ്റെയും കോഡൊമൈൻ എന്താണ്? 1 ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. പക്ഷേ അതല്ല നമുക്കിവിടെ ആവശ്യമുള്ള പൊതു പ്രത്യേകത. അത് വേറെ എന്തോ പ്രത്യേകത ഇതുപോലെ ഉണ്ടാകുന്ന ആലോചിച്ച് നോക്കൂ. ഇതേപോലെ തന്നെ കോഡൊമൈനായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകതയാണ്. ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കുക. ചിലപ്പം നിങ്ങളത് ആലോചിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടാകും, കാരണം അതൊരു സിമ്പിൾ പ്രത്യേകതയാണ്. ഇവിടെയൊക്കെ കോഡൊമൈൻ ഡൊമൈനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോർമേഷൻ നോക്കുക, ഇതിൻ്റെ ഡൊമൈൻ ഏതാണ്? R3 എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീൽഡ് ഏതാണ്? R, അല്ലേ? ചുമ്മാ R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? ചുമ്മാ R എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫീൽഡ് R ആണ്. സോ ഇവിടെ ഡൊമൈൻ്റെ R3ൻ്റെ ഫീൽഡ് R ആണ്. ആ ഫീൽഡ് തന്നെയാണ് ഇവിടെ കോഡൊമൈനായിട്ട് വന്ന വെക്ടർ സ്പേസും. ഇനി ഇവിടെ നോക്കൂ, P(R), അതിൻ്റെ ഫീൽഡ് ഏതാണ്? R ആണ്. ആ ഫീൽഡ് തന്നെയാണ് ഇവിടെ കോഡൊമൈനായിട്ട് വന്ന വെക്ടർ സ്പേസ്. ഇനി ഇവിടെ ഡൊമൈൻ FN, അതിൻ്റെ ഫീൽഡ് ഏതാണ്? ചുമ്മാ FN എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീൽഡ് F ആണ്. ആ ഫീൽഡ് തന്നെയാണ് ഇവിടെ കോഡൊമൈനായിട്ട് വന്ന വെക്ടർ സ്പേസും. ഇനി ഇവിടെ ഈ സെറ്റ് ഓഫ് ഓൾ n/n മെട്രിസസ് വിത്ത് കോംപ്ലക്സ് എൻട്രീസ്, അല്ലേ? ഈ വെക്ടർ സ്പേസിൻ്റെ ഫീൽഡ് ഏതാണ്? C ആണ്. ആ ഫീൽഡ് തന്നെയാണ് ഇവിടെ കോഡൊമൈനായിട്ട് വന്ന വെക്ടർ സ്പേസും. അപ്പോൾ ഇവിടെയൊക്കെ പ്രത്യേകത, ഈ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ ഒക്കെ ഡൊമൈൻ്റെ ഫീൽഡ് ഏതാണോ ആ ഫീൽഡ് തന്നെയാണ് കോഡൊമൈനായിട്ട് വന്ന വെക്ടർ സ്പേസും. അത്തരം ട്രാൻസ്ഫോർമേഷൻസ് എന്താണ് ആ പ്രത്യേകത? ഡൊമൈൻ്റെ ഫീൽഡ് ഏതാണോ ആ ഫീൽഡ് തന്നെ കോഡൊമൈനായിട്ട് വരിക, കോഡൊമൈനായിട്ടുള്ള വെക്ടർ സ്പേസ് ആയിട്ട് വരിക. അത്തരം ട്രാൻസ്ഫോർമേഷൻസിന് ഒരു പ്രത്യേക പേരുണ്ട്. ആ പേരാണ് ലീനിയർ ഫങ്ഷണൽസ്. ഞാനതിവിടെ എഴുതാം. ഒന്ന് പോസ് ചെയ്ത് ഡെഫിനിഷൻ ഒന്ന് വായിച്ച് നോക്കൂ. ഇത്രയേ ഉള്ളൂ. അതായത് ലീനിയർ ഫങ്ഷണൽ ഓൺ എ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്ടർ സ്പേസിൽ നിന്ന് അതിൻ്റെ അണ്ടർലൈൻ ഫീൽഡിലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. വളരെ സിമ്പിളാണ് ഡെഫിനിഷൻ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. ഞാൻ തൽക്കാലം ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.